അപ്പോൾ എന്താണ് ഈ ക്ലബ് ഗുഡ് എന്ന് പറയുന്നത്? ക്ലബ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂഡബിൾ ആണ്, പക്ഷെ നോൺ റൈവലറി ഇൻ നേച്ചറാണ്. അപ്പോൾ എന്താണ് ഈ എക്സ്ക്ലൂഡബിളും നോൺ റൈവലറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എക്സാമ്പിൾ, നമ്മളൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് വെച്ചോളൂ. അപ്പോൾ ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ആ ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അവിടെ നിന്ന് ബുക്സ് എടുക്കാനുള്ളൊരു അവകാശമുണ്ട്. അപ്പം ഞാൻ ലൈബ്രറിയിൽ മെമ്പർ അല്ലാത്ത എനിക്ക് അവിടെ നിന്ന് ബുക്സ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? എക്സ്ക്ലൂഡബിലിറ്റി ഉണ്ട്. എന്താണ് എക്സ്ക്ലൂഡബിലിറ്റി? ദ ലൈബ്രറി ഈസ് നോട്ട് ആക്സസിബിൾ ടു ഓൾ ദ പീപ്പിൾ. ഇറ്റ് ഈസ് ഓൺലി ആക്സസിബിൾ ടു ദ പീപ്പിൾ ഹു പെയ്ഡ് ദി ഫീസ് എന്നുള്ളത് ഓർമ്മിക്കുക. അതേപോലെ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ്, ഇപ്പോൾ റേസ് സഹകാരിയിൽ വന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ ക്ലാസ്സസ് അവൈലബിൾ അല്ല, പക്ഷെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഈ ക്ലാസ്സസ് അവൈലബിൾ ആയി മാറുന്നത്. ഇനി ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും അഡിക്വസി ഓഫ് റിസോഴ്സസ് ഇവിടെയുണ്ട്. അപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നത് കൊണ്ട് മറ്റൊരു കുട്ടി അഫക്റ്റഡ് ആവില്ല. കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത് എന്താണ്? ക്ലബ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡബിലിറ്റി വരുന്നത്? ബിക്കോസ് ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് എ ഫീസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേയ്മെൻറ്റ് നടത്തിയ ആൾക്കാർക്ക് മാത്രമേ അത് യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ഇൻ ദ സെൻസ് അത് ആക്സസിബിൾ ആയിട്ട് മാറുന്നുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്? പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അത് നോൺ റൈവലറി ആണ്. ഇപ്പോൾ ക്ലബ്ബുകളില്ലേ, നമ്മൾ ക്ലബ്ബ് എന്നെല്ലാം പറയും, പലതരത്തിലുള്ള ക്ലബ്ബുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ക്ലബ്ബിൽ പേയ്മെൻറ്റ് നടത്തിയ ആൾക്കാർക്ക് മാത്രമേ ആ ക്ലബിൻ്റെ അകത്തേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസോഴ്സസ് എല്ലാവർക്കും അഡിക്വേറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലബ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്.